വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ലോങ് എന്ന് വെച്ചാൽ എത്രയാണോ എടുക്കാൻ പറ്റുക അത്രയും എടുത്തിട്ട് അത് ഉൾക്കൊള്ളിച്ചൊരു വീഡിയോ ആക്കുക എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. കുറേ ആയില്ലല്ലോ ഒരുമിച്ചുള്ള ലോങ് വീഡിയോ ഒക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ട്. അതാണ് സത്യം. മുൻപൊക്കെ ഇങ്ങനെ ഒരുമിച്ചിട്ടൊക്കെ ലോങ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തീരെ അങ്ങനെ ഒരുമിക്കാൻ പറ്റലില്ല. എപ്പോഴും സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ കാണാം, വീട്ടിലേക്ക് അങ്ങനെ പോകാൻ പറ്റലില്ല, അവിടെ നിന്ന് അങ്ങനെ കൂടാൻ പറ്റലില്ല അങ്ങനെ. അപ്പോൾ ഇതാ ഇന്ന് ഞങ്ങളൊരു യാത്രയിലാണ് കേട്ടോ. ഈ നൈഷുണ്ട്, ഇഷമോളുണ്ട്, ഉണ്ണിയുണ്ട്, ഞാനുണ്ട്. ഞങ്ങളെല്ലാവരും പാടെ ഇന്നെ കൊണ്ടുവരാമോ തന്നെ കൊണ്ടുവരാനോ? എന്നെ കൊണ്ടുവരാനല്ല, മക്കളെ കൊണ്ടുവരാൻ. ഞാൻ ഓൾറെഡി ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് സ്കൂളിൽ എക്സാം ഉണ്ടായിരുന്നു. 8ാം ക്ലാസ്സിനും 9ാം ക്ലാസ്സിനൊക്കെ എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മണ്ണടിക്ക് പോയി. മണ്ണടിക്ക് പോയിട്ട് ഇതാ ഇവരെ രണ്ടാളെയും പെറുക്കി കൂട്ടിയിട്ട് ഇനി ഇരിങ്ങാലത്തേക്ക് പോവാണ് കേട്ടോ. അവിടെ ഇല്ലൂനെയും ബേബിനെയും ഒക്കെ എടുത്തിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. എന്താ എൻ്റെ നാട്ടിലേക്കുള്ളൊരു റോഡേ സ്വാഭാവികം. പിന്നെ അപ്പോൾ നോമ്പായിട്ട് ഞാൻ വീട്ടിലേക്ക് ഇതുവരെ വന്നിട്ടേനെ ഉണ്ടായിരുന്നു. നോമ്പ് കഴിയാറായില്ലേ, അപ്പോൾ ഒരു ദിവസം ഒന്ന് വീട്ടിൽ വന്നിട്ട് നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നോമ്പ് തുറയായിട്ട് വലിയൊരു പരിപാടി അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാനും ഉണ്ണി മാത്രം, പിന്നെ ഉമ്മയും ബാബിയും മാത്രം. മനു ഇല്ലല്ലോ, ഉണ്ടാവൂല. ഞങ്ങൾ വരും, ഷബീറാക്കും വരും. ഞങ്ങൾ മാത്രം വെച്ചിട്ടുള്ളത് നോമ്പ് തുറ. അപ്പം ഇന്നങ്ങനെ കുട്ടികളൊക്കെ എടുത്തിട്ട് ഇൻഷാ അല്ലാഹ് വീട്ടിൽ പോകണം. പിന്നെ എന്താ, പിന്നെ മിക്കവാറും ഞാൻ നാളെ തന്നെ അങ്ങോട്ട് തിരിച്ചും പോകും. അങ്ങനെ സമയം എത്രയായിരുന്നു? 1:30 ആയിക്കണം കേട്ടോ. ഞങ്ങള് വീട്ടിൽ നിന്ന് 1 മണി കഴിഞ്ഞേക്കൊക്കെ ഇറങ്ങിയിരിക്കണം. നമ്മളെ വീടിന്റെ അവിടെയുള്ള റോഡും ഒക്കെ പാടെ കഴിഞ്ഞ് കിട്ടി എത്തിയപ്പോഴത്തേന് ഇപ്പൊ ജസ്റ്റ് ചൂട് നൈഷോ, നമുക്ക് കുറെ ദൂരം പോകാനുണ്ട്. മുട്ടി കടന്നുറങ്ങിക്കും കുറച്ചു നേരം കേട്ടോ. എന്നാലുള്ളൂ ഇല്ലു വരുമ്പത്തിന്റെ കുട്ടിക്ക് ഉഷാറായി കളിക്കാൻ പറ്റുക. ഓക്കെ, ഉറങ്ങല്ലേ? പക്ഷേനെ കടത്തടി, ഇവിടെ ഉറങ്ങിക്കോളൂ. ഇവിടെ ഉറക്കം വന്നിട്ടുണ്ടാവും. കടന്നോ? നൈഷു കടന്നോ? വണ്ടിയിൽ കടക്കാണ് നൈഷു. ഇരിങ്ങാട്ടിൽ എത്തിയ മേമ വിളിക്കട്ടോ. ഉറങ്ങിക്കോളൂ, കണ്ണടച്ച. നൈഷു സ്കൂൾ പോകാൻ നേരത്തെ നീക്കണോണ്ട് പെട്ടെന്ന് ഉറങ്ങിട്ടോ. വണ്ടി കയറി കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ട്. ഇതാ ഞങ്ങൾ ബേബിയുടെ റിയാക്ഷൻ എടുക്കാണ് കേട്ടോ. നമ്മളെ കാണുമ്പോൾ അവള് കണ്ടിട്ടുണ്ട് ചാനൽ കൂടി, എന്നാലും ട്രിപ്പ് എക്സാം നോക്കട്ടെ. എന്നോട് നിൽക്കണ്ട പറഞ്ഞിക്കണോ? എന്നോട് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു, നൈഷൂര് പരീക്ഷയാണ്, എനിക്ക് പോരണം, ഈ വേണമെങ്കിൽ അവിടെ നിന്നോന്ന് പറഞ്ഞിക്കണോ. അത് തീരുമാനിക്കേണ്ടത് അവളാണ്, ഞാനല്ല. പിന്നെ ബീറ്റ് എടുത്തിട്ട് രണ്ട് കുട്ടികളും നല്ല ഹെൽപ്പ് ചെയ്യുന്ന കുട്ടികൾ. നമ്മുടെ നോമ്പുറല്ലേ പെട്ടെന്നുണ്ടായ പരിപാടിയാണ് കേട്ടോ. അതും കൂടി ഞങ്ങൾ വന്നിട്ട് കുറച്ചേരം റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും അടുക്കളയിൽ കയറിയിട്ടുണ്ട്. ഉമ്മാക്ക് വയ്യ, അപ്പം നമ്മൾ തന്നെ എല്ലാം ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. ഞാൻ കൊണ്ടുവന്നത് ഒരു ഹെൽപ്പാണ്, അതൊരു പണി തന്നെയാണ്. ഞങ്ങൾ വന്നപ്പോഴത്തേനും ഉമ്മ ബിരിയാണിയും ചിക്കൻ കറിയും വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിയൊക്കെ ഞങ്ങൾ വന്നിട്ട് പെട്ടെന്ന് സെറ്റാക്കുക ചെയ്തത്. എന്റെ മുഖം ഒരു മയിലുണ്ടോ? നല്ല ഉറങ്ങി ചിക്കൻ, അതുകൊണ്ടാണ്. അപ്പൊ അവിടെ ഇതില്ല,
കാണലുണ്ടായിരുന്നില്ല. മോള് ഈ മാങ്ങ ചെത്തിയത്. ഓള് ചെത്തിനത് വീഡിയോ എടുത്തില്ല, അതിലൂടെ ഭയങ്കര പ്രശ്നമാക്കല. ഓള് മാങ്ങ ചെത്തിയിട്ടുണ്ട്. ഇത് കാണുമ്പോ നിങ്ങള് വിചാരിക്കും ഉണ്ണി എല്ലാ പണി എടുക്കുന്നു. സാധാരണ ഉള്ള ഒരു പണി എടുക്കലില്ല കേട്ടോ. ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി അഭിനയിക്കും. പാട്ടിക്കൊടുത്തത് ഞാനാണ്. പാട്ടിക്കൊടുത്തത് ഞാനാണ്. എനിക്കല്ലേ തൊണ്ടയിൽ എന്തോ ഒരു കഫം എപ്പോഴുള്ള പോലെ തോന്നിട്ടു. അപ്പോൾ ഞാൻ ഇടക്ക് കാട്ടിയും കൊണ്ടിരിക്കും. അത് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലായത് കേട്ടോ. ഞാനാണ് എല്ലാ പണി എടുക്കുന്നത്. ഉണ്ണി പാത്രം കഴുകുന്നുണ്ട്. അവള് പ്രത്യേകം വീഡിയോ എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു കണക്ക് ബുക്ക്. ഞങ്ങൾ എലുവിന് ഫുഡൊക്കെ കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നോമ്പറക്കുമ്പോൾ യാതൊരു സമാധാനം സ്വൈരം ഉണ്ടാവില്ല. അപ്പോൾ ഓളൊക്കെ റെഡിയാക്കി ഞങ്ങളിതാ കാക്കു വരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. കറക്റ്റ് സമയത്ത് കാക്കു എത്തിയിട്ടുണ്ട് കേട്ടോ. എന്താ കാക്കു വരാത്തതെന്ന് ഞങ്ങളിങ്ങനെ ജസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിനും കാക്കു എത്തിയിട്ടുണ്ട്. ഒരു 6:15 കാക്കു എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നോമ്പ് തുറക്കാം ഇൻഷാല്ലാ. അപ്പോൾ കാക്കു കുറച്ച് മിഠായിക്കൊക്കെ കൊണ്ടുവന്നിട്ട് ഓരത് ഷെയർ ചെയ്യാണ് കേട്ടോ. കാര്യക്കാരത്തി നൈഷുവക്കാരം ഓളാണ് ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണം തീരുമാനിക്കുന്ന ആള്. അപ്പം അങ്ങനെ നോമ്പ് തുറക്കാനായിട്ടുണ്ട്. എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മുമ്പേ ബാങ്ക് കൊടുക്കണേൻ്റെ. മാംഗോ ജ്യൂസ് ഉണ്ട്, ലൈം ഉണ്ട്, ഫ്രൂട്ട്സ് മാംഗോ, തണ്ണിമത്തന്, ആപ്പിള്, മുന്തിരി, പിന്നെ കട്ട്ലറ്റ്, മുട്ട നിറച്ചത്, തരിക്കഞ്ഞി കാക്കൂന് കുറച്ചുണ്ടാക്കി. കാക്കൂന് 2 ഗ്ലാസ് അത്രേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഉണ്ട് അന്നത്തെ നമ്മളെ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ. കൊടുക്കാൻ പറ്റുമോ? നമ്മൾ നോമ്പറക്കാരുന്ന അതിലൂന് എല്ലാതും വേണം കേട്ടോ. കയ്യിൽ ഇത് കടിക്കും തുപ്പും. ആള് ഫുള്ളോട് തുപ്പിട്ട സാധനങ്ങളായിരുന്നു. ഉമ്മാക്ക് ഇത് ഇങ്ങനെ പെറുക്കി അടക്കലേനെ ഇരുന്നു പണി. അതിനിടക്ക് ഇവിടെ നല്ല ഇടിയും മഴയും മിന്നലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മറ്റേ ആള് വൃത്തിയാക്കലാണ്. അവളെക്കാളും വലിയ ചൂല് കൊടുത്തിട്ട്. ഓ അടിച്ചോരി കഴിഞ്ഞ ചൂല് ഇട്ടോള് അവിടെ വെച്ചോള്. നല്ല കുട്ടിയാണല്ലോ. അങ്ങനെ കാക്കു നോമ്പ് തുറന്ന് നിസ്കാരം കഴിഞ്ഞ് കുറച്ചു നേരം കടന്ന് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടോ. ബിരിയാണി, നൂൽപുട്ട്, പത്തിരി, ചിക്കൻ കറി. ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ മെനു. ഉദ്ദേശിച്ച ഉത്തരേടാ? എന്ത് കാക്ക? ഏതോ ഒരു മനുഷ്യൻ അതെന്തേലോ പറഞ്ഞേ. വാപ്പുട്ടിയാക്കൊരു മനുഷ്യൻ. ഞങ്ങൾ പോവുകയാണ് ഗൈസ്. ടാറ്റ. അതാ ഇല്ല പോണുണ്ടോ? ഇല്ല പോണില്ലോ. ഓള് പോവാന്ന് മനസ്സിലാക്കി. ഐഷുമുത്ത് പോവാ. ഇവിടെ എന്തൊരു കടങ്ങുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ മീൻസ് ആ സ്ലാബ് എടുത്തിട്ടേ ഉമ്മച്ചിക്ക് വാ. ഉമ്മച്ചിക്ക് വാ. ഇതിലും ബേബിയും മോളൊക്കെ ഉണ്ടായിട്ട് എനിക്കവിടെ വരാനേ തോന്നണില്ല കേട്ടോ. പക്ഷേ നൈഷിന് നാളെ എക്സാം ഉണ്ട്. അവിടെ ആണെങ്കിൽ കൊച്ചിയോടാണെങ്കിൽ കാക്കുള്ള സെറ്റാക്കി പറഞ്ഞേക്കും. മണ്ണിലിട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല. പിന്നെ എനിക്കൊരു 8:30 ആകുമ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഇറങ്ങും വേണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.